ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് പാലക്കാടൻ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വളരെ പണ്ട് കാലം മുതലേ ഉണ്ടാക്കണ ഒരു ട്രഡീഷണൽ വിഭവമായിട്ടുള്ള വേപ്പിലക്കട്ടി ഉണ്ടാക്കാം. ഡൈജഷനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യണ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ് ഈ വേപ്പിലക്കട്ടി. മോരും ചോറിൻ്റെയും കൂടെ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. വേപ്പിലക്കട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 തരം ഇലകളാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് നാരകത്തിൻ്റെ ഇല, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, പിന്നെ കുറച്ച് പുളിയുടെ ഇല. അടുത്തതായിട്ട് വേണ്ടത് ഒരു 1/2 കപ്പ് ഉഴുന്നുപരിപ്പ്, പിന്നെ ഒരു 1/2 കപ്പ് കടലപ്പരിപ്പ്, ഒരു നെല്ലിക്ക സൈസിലുള്ള വാളംപുളി. ഇനി വേണ്ടത് ഒരു 10-15 ഉണക്കമുളക്, ഒരു 2 ടീസ്പൂൺ മല്ലി, ഒരു 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു ചെറിയ കഷ്ണം കായം, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ കുറച്ച് നല്ലെണ്ണയും കൂടെ വേണം. ഇലകളെല്ലാം ഞാനിവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നാരകത്തിൻ്റെ ഇല എടുക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ നാര് കളഞ്ഞിട്ട് എടുക്കണം. ഈ നാരിങ്ങനെ കളഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ വേപ്പിലക്കട്ടി കഴിക്കുമ്പോൾ ഇതിൻ്റെ നാര് നമ്മളെ തൊണ്ടയിലും നാവിലും ഒക്കെ കുത്തണ പോലെ തോന്നും. ഇലകളെല്ലാം ഞാനിവിടെ നന്നായി കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. പുളിയുടെ ഇലയുടെ തണ്ടും അതുപോലെ കറിവേപ്പിൻ്റെ തണ്ടും ഒക്കെ കളഞ്ഞ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ചിലരൊക്കെ വേപ്പിലക്കട്ടി ഉണ്ടാക്കുമ്പോൾ നാരകത്തിൻ്റെ ഇലയും കറിവേപ്പിൻ്റെ ഇലയും മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഞാനിവിടെ പുളിയുടെ ഇലയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എടുത്തു വെച്ചിട്ടുള്ള ചേരുവകളെല്ലാം നന്നായിട്ട് വറുത്തെടുക്കണം. ആദ്യം തന്നെ ചട്ടിയിലേക്ക് നാരകത്തിൻ്റെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. നാരകത്തിൻ്റെ ഇലയിലത്തെ ജലാംശമൊക്കെ പോണ വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണിത്. ഇലയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് അതിൻ്റെ വെള്ളമയമൊക്കെ പോയി നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് വറുത്തെടുത്താലാണ് ഇത് ഒരുപാട് ദിവസം കേടുകൂടാതിരിക്കും. നാരകത്തിൻ്റെ ഇല ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി. ഇനി നമുക്ക് ഈ പാനിൽ തന്നെ ഈ കറിവേപ്പിൻ്റെ ഇലയും പുളിയുടെ ഇലയും കൂടെ നന്നായിട്ട് വറുത്തെടുക്കാം. കറിവേപ്പിൻ്റെ ഇലയും പുളിയുടെ ഇലയും കൂടെ നന്നായി വറുത്തെടുത്തിട്ട് ഞാൻ ഈ പ്ലേറ്റിലേക്ക് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഉഴുന്നുപരിപ്പ് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ഈ പാനിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. ഉഴുന്നുപരിപ്പ് ഇത് നല്ല ബ്രൗൺ കളറാവണ വരെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ കടലപ്പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല ബ്രൗൺ കളറാവണ വരെ വറുത്തെടുത്ത് അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് പാനിലേക്ക് 1 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിക്കണം. ഈ എണ്ണയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കായം ചേർത്ത് കൊടുക്കാം. കായം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മല്ലി ചേർത്ത് കൊടുക്കാം. മല്ലി അതിൻ്റെ പച്ചമണം മാറണ വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. മല്ലി നന്നായി മൂത്ത് വന്നപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുത്തു. മല്ലി മുളകൊക്കെ ചേർക്കുമ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാൻ. ഈ മല്ലിയിലും മുളകിലെല്ലാം ഒരുപാട് അഴുക്കുണ്ടാവാറുണ്ട് എപ്പോഴും. മല്ലി മുളകും നന്നായി മൂത്ത് വന്നപ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ജീരകം ചേർത്തു. ജീരകം ചേർത്തിട്ട് ചെറുതായിട്ടൊന്നും കൂടെ ഇളക്കി കൊടുക്കണം. ജീരകം പെട്ടെന്ന് കരിഞ്ഞു പോയി അതിൻ്റെ ടേസ്റ്റ് മാറും. അതുകൊണ്ടാണ് ജീരകം ലാസ്റ്റ് ചേർത്തത്. ഇപ്പം എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ പാനിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുളിയും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ പുളിയിലുള്ള ജലാംശം പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇപ്പോൾ ഇതാ നമ്മുടെ ചേരുവകളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഓരോന്നോരോന്നായിട്ട് പൊടിച്ചെടുക്കണം. ആദ്യം നമുക്ക് ഇലകൾ പൊടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള ഇലകളെല്ലാം ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഈ പൊടിയുടെ കൂട്ടത്തിൽ ബാക്കിയുള്ള ചേരുവകളെല്ലാം ചേർത്ത് പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ പൊടിച്ചെടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് പൊടിച്ചപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട്. ഒരുപാട് പൊടിയായിട്ടല്ല, എന്നാൽ ചെറുതായിട്ടൊരു തരിത്തരിപ്പോട് കൂടിയിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഈ പൊടി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൽ നിന്ന് ഒരു 3-4 ടേബിൾ സ്പൂൺ പൊടി ഞാനൊരു ബോട്ടിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി വന്നിട്ടുള്ള ഈ പൊടിയിൽ നമുക്ക് ഈ പൊടി നനയാൻ ആവശ്യമായിട്ടുള്ള നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. എത്രത്തോളം എണ്ണ ഉപയോഗിക്കേണ്ടി വന്നു എന്നുള്ളത് ഞാൻ അവസാനം പറയാം. ഇനി ഒഴിച്ച എണ്ണയും ഈ പൊടിയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കണം. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കണം. ഈ എണ്ണയുടെ നനവെല്ലാം എല്ലാ ഭാഗത്തും പറ്റണ പോലെ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ആക്കിയിട്ടെടുക്കണം കേട്ടോ. എങ്ങനെ കൈയിട്ട് ഇളക്കിയിട്ടാണോ മറ്റുള്ളവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കണമെന്നൊന്നും ചിന്തിക്കേണ്ട കേട്ടോ. ഞാനിത് ചെയ്യണതിൻ്റെ മുന്നേ കൈയെല്ലാം സോപ്പിട്ട് കഴുകി നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ചെയ്യണം. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു രുചിയും അതിൻ്റെ ആ ഒരു പെർഫെക്ഷനും കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ നന്നായിട്ട് ഉരുള പിടിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒഴിച്ചിട്ടുള്ള ഓയിലിൻ്റെ അളവ് കറക്റ്റാണ്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഇതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പൊടി മുഴുവനും നമുക്കിതുപോലെ ഉരുളകളാക്കിയിട്ട് എടുക്കണം. ആ പൊടി മുഴുവനും ഞാനിവിടെ ഉരുളകളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അത്രയും പൊടിയിൽ നിന്ന് എനിക്കിവിടെ ഒരു 7 വേപ്പിലക്കട്ടിയാണ് ഉണ്ടാക്കാൻ പറ്റിയത്. ബാക്കി ബോട്ടിൽ മാറ്റി വെച്ചിട്ടുള്ള പൊടി നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇതുപോലെ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ ഇഡ്ഡലിയുടെ ദോശയുടെ കൂടെയൊക്കെ ഒരു ചമ്മന്തി പൊടിയായിട്ടും ഉപയോഗിക്കാം. ഇതൊരു ട്രഡീഷണൽ വേ ഓഫ് മേക്കിംഗ് ആണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ എങ്ങനെ ഉണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റാണ്.
നിങ്ങൾ ആരൊക്കെ ഇതിനു മുന്നേ വേപ്പില കട്ടി കഴിച്ചിട്ടുണ്ടെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണം. ഇങ്ങനെയാണോ ഉണ്ടാക്കാറ് നിങ്ങൾ, അതോ ഇതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.